ഹൈന്ദവ സന്യാസിയുടെ വേഷമിട്ട് മ്ലേച്ഛ പ്രഭാഷണ വേല ചെയ്യുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഹൈന്ദവർക്ക് വിഷമം തോന്നുന്നില്ലേ? ഹൈന്ദവരെ കുറ്റപ്പെടുത്തുകയല്ല, ആ മനുഷ്യരൂപിയുടെ ദുരവസ്ഥ കണ്ട് സഹതാപത്തോടെ ചോദിക്കുന്നു എന്ന് മാത്രം. ആ രൂപത്തെ സന്യാസിയായി ഹൈന്ദവർ അംഗീകരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. വേഷം കൊണ്ട് സന്യാസി എന്ന് ആരെയൊക്കെയോ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് മാത്രം. വൈദികർക്കും കന്യാസ്ത്രീകൾക്കും ക്രൈസ്തവീകമായ എന്തിനുമെതിരെ നടത്തുന്ന നിന്ദ്യഭാഷണത്താൽ മേലാകെ സെപ്റ്റിക് മാലിന്യം വാരിത്തൂകിയ മാനസിക രോഗിയെ പോലെ നിൽക്കുകയാണ് ആ സന്യാസി വേഷധാരി. കയ്യിൽ ജലപീരങ്കി ഇല്ലെങ്കിൽ ആർക്കും അടുക്കാനാവാത്ത അവസ്ഥ. തൻ്റെ മേൽ പുരണ്ടിരിക്കുന്ന മാലിന്യത്തെക്കുറിച്ച്, തന്നിൽ നിന്നും ബഹിർഗമിക്കുന്ന ദുർഗന്ധത്തെക്കുറിച്ച് ആ മനുഷ്യരൂപിക്ക് ധാരണയേയില്ല എന്നതാണ് ദയനീയം. പക്ഷേ നിഷ്കളങ്കമായ അജ്ഞതയാലല്ല ആ ദേഹം ക്രൈസ്തവ വൈദികരെയും സന്യസ്തരെയും കുറിച്ച് മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമികവാദികളെ കുറിച്ചോ ഇസ്ലാമിക കർമ്മങ്ങൾ തങ്ങൾക്ക് സ്വീകാര്യമല്ലെന്ന മട്ടിലോ വല്ലതും പറഞ്ഞാൽ മതി സന്യാസി വേഷധാരി പ്രകോപിക്കാൻ. പിന്നെ നിർത്തലില്ലാതെ പ്രവഹിക്കുകയായി മ്ലേച്ഛ കാവ്യം. ഇത് ആ സന്യാസിയുടെ തനത് പ്രകടനമാണെന്ന് ഒരാൾ പോലും വിശ്വസിക്കുന്നില്ല. സമ്മാനങ്ങളും ദാനങ്ങളും വഴി ജ്ഞാനികളുടെ വായിലും തുണി തിരുകാൻ വൈഭവമുള്ളവരുടെ ഉപകരണമായി, അനുസരണയുള്ള നായയായി ഒരാൾ കൂടി മാറിയിരിക്കുന്നെന്ന് മാത്രം. താൻ ഒഴുക്കിവിടുന്ന മാലിന്യ പ്രവാഹം തന്നെ ആർക്കൊക്കെയോ പ്രിയങ്കരനാക്കുന്നു എന്ന വിശ്വാസം ആ മുഖത്ത് കാണാം. താൻ ആർക്കു വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നതെന്ന് അതിൽ നിന്ന് തന്നെ ധ്വനിപ്പിക്കുകയും ചെയ്യുന്നു. ഏറ്റവും ഒടുവിൽ ഹലാൽ ഭക്ഷണം ക്രൈസ്തവർക്ക് എന്തുകൊണ്ട് അസ്വീകാര്യമെന്ന് വിശദീകരിച്ച റവറൻ ഡോക്ടർ ആന്റണി തറേക്കടലിന് എതിരെയാണ് ആ സന്യാസി വേഷധാരി തിരിഞ്ഞത്. സ്ഥിരബുദ്ധി ഇല്ലാത്തവരെ പോലെ ആന്റണിയച്ചനെതിരെ പറഞ്ഞുകൂട്ടിയ വാക്കുകൾ ആവർത്തിക്കാൻ ശരാശരി നാവുകൾക്ക് കഴിയില്ല. എന്തുകൊണ്ട് ആ രൂപം അത് പറഞ്ഞു? HMV അഥവാ ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് ആയതിനാൽ യജമാനു വേണ്ടി വിളിച്ചു കൂവുന്ന ശബ്ദം. തിരുവചനങ്ങൾക്ക് എതിര് പറയുന്ന മതാഭാസം ലോകത്തിലുണ്ട്. അതിൻ്റെ ഭാഗമാണ് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമായ സ്നാപക യോഹന്നാന്റെ എതിർ രൂപം പൊതുസമൂഹത്തിലേക്ക് തൻ്റെ യജമാനന്റെ മ്ലേച്ഛ സന്ദേശം വിളിച്ചു കൂവുന്ന സ്വരം. ആ യജമാനൻ ആരെന്ന് ഊഹിക്കാൻ കഴിയാത്തവർ ഉണ്ടാകില്ല. സമ്മാനങ്ങളും ദാനങ്ങളും നൽകുന്ന യജമാനന്മാർ എത്രയോ പേരെ തങ്ങളുടെ പന്തിയിലാക്കി കഴിഞ്ഞു. ഹലാൽ ഭക്ഷണത്തെക്കുറിച്ചുള്ള വാക്കുകൾ സന്യാസി വേഷധാരിയെ എന്തിന് പ്രകോപിപ്പിക്കണമെന്ന ചോദ്യത്തിന്റെ ഉത്തരവും ഈ യജമാനന്മാരാണ്. സമൂഹ മാധ്യമത്തിൽ പ്രകോപിപ്പിക്കാൻ പ്രച്ഛന്ന വേഷങ്ങളെ കൂലിക്കൊടുത്ത് പറഞ്ഞയക്കുന്നവർ. വാങ്ങിയ കൂലിക്ക് വിശ്വസ്തയോടെ സന്യാസി വേഷധാരി നടത്തിയ പ്രകോപിപ്പിക്കലാകാം സമൂഹം കണ്ടത്. മതവ്യാപാര ആധിപത്യ നീക്കങ്ങൾക്ക് തിരിച്ചടി ഭയക്കുന്ന ചിലരുടെ ഇത്തരം നീക്കങ്ങളുമായി വിശ്വാസത്തിന് ബന്ധമില്ല. നഷ്ടഭയത്താൽ മാത്രമാണ് ഹലാലിനെതിരെ പറയുന്ന ആരെയും ഇല്ലായ്മ ചെയ്യാൻ ഏത് വേഷക്കാരെയും ചിലർ രംഗത്തിറക്കുന്നത്. സന്യാസി വേഷധാരിയുടെ മലിന ഭാഷണം ഒരിക്കൽ കൂടി തെളിയിക്കുന്നു ഹലാലിനെതിരെ ക്രൈസ്തവ നേതാക്കൾ പറയുന്നത് അവരെ എത്രമാത്രം വിരളി പിടിപ്പിക്കുന്നു എന്ന്. ഇത് വൈകാരികതയല്ല, കച്ചവടവും മതാധിപത്യവും മാത്രം ലക്ഷ്യമിടുന്നവരുടെ ആസൂത്രിത നീക്കമാണ്. ആരുടെയോ കൂലി വാങ്ങി സമ്മാനവും ദാനങ്ങളും ആസ്വദിച്ച് വൈദികരെയും കന്യാസ്ത്രീകളെയും അധിക്ഷേപിക്കുന്ന സന്യാസ വേഷക്കാർ അവരർഹിക്കുന്ന വിലയ്ക്ക് മാത്രമേ കാണേണ്ടതുള്ളൂ. എങ്കിലും പൊതുസമൂഹത്തിലേക്ക് ഭാഷണ മാലിന്യം തള്ളുന്നത് അവഗണിക്കാൻ കഴിയില്ലെന്ന് മാത്രം. അബദ്ധഭാഷണം നടത്തുന്നവർ അത് അധികമാരും കേൾക്കാതെ പോയിരുന്നെങ്കിൽ എന്നാണ് ആഗ്രഹിക്കുക. എന്നാൽ താൻ പറയുന്ന വിഷവചനങ്ങൾ പരമാവധി പേർ കേൾക്കട്ടെ എന്നതാണ് സമൂഹ മാധ്യമങ്ങളിലെ പുത്തൻ അവതാരങ്ങളുടെ പ്രവണത. അതും വിസ്മയം തന്നെ.